ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുട്ടികളോട് സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ബേസിക് സെൻറ്റൻസസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും ഇത് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ബെല്ലടിച്ചു, ഇത് നമ്മളെങ്ങനെയാണ് പറയുക? ദ ബെല്ലടിച്ചു എന്ന് പറയാനായിട്ട് റാങ്. റിങ് ആണ് പ്രസൻ്റ് ആണെങ്കിൽ വരിക, ഇത് പാസ്റ്റ് ആണ്, ഓൾറെഡി ബെൽ അടിച്ചു, അപ്പോൾ റിങ് എന്നുള്ളതിൻ്റെ പാസ്റ്റ്. ദ ബെൽ റാങ്. ഇനി ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നമ്മൾ എങ്ങനെ പറയും? ദ ബെൽ, ഇപ്പൊ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അപ്പോൾ പ്രസൻ്റ് ആണ്. ദ ബെൽ ഇസ് റിങ്ങിങ്. ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ദ ബെൽ ഇസ് റിങ്ങിങ് എന്ന് പറയും കേട്ടോ. ബെല്ലടിച്ചു, ദ ബെൽ റാങ്. ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ദ ബെൽ ഇസ് റിങ്ങിങ്. ക്ലാസ് തുടങ്ങാറായി. നമ്മളെപ്പോഴും രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ്, ഡയലോഗ്സ് ഉണ്ടാവും അല്ലേ. അതിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ബെല്ലടിച്ചു, ക്ലാസ് തുടങ്ങാറായി എന്നൊക്കെ ഉള്ളത്. 2-3 പ്രാവശ്യം എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് തുടങ്ങാറായി, ഇത് നമ്മളെങ്ങനെ പറയും? ദ ക്ലാസ് തുടങ്ങാറായി എന്ന് പറയാനായിട്ട് ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്. ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങാറായി, ദ ക്ലാസ് ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്. വേഗമാവട്ടെ, നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ ചിലപ്പോൾ സ്കൂൾ പ്രെമിസസിലൊക്കെ എത്തിയിട്ടുണ്ടാവും, സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൊക്കെ എത്തിയിട്ടുണ്ടാവും, പക്ഷേ ക്ലാസ് എത്തിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, വേഗമാവട്ടെ, വേഗം നടക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് പറയുക? ഹറി അപ്പ്. ഹറി അപ്പ്. വാ നമുക്ക് വേഗമാവട്ടെ എന്നൊക്കെ പറയില്ലേ, അതിനെ ലെറ്റ്സ് ഹറി അപ്പ് എന്ന് നമുക്ക് പറയാം കേട്ടോ. നീ എന്താ വൈകിയത്? നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ലേറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, നീ എന്താ വൈകിയത്, അല്ലെങ്കിൽ നീ എന്താ ലേറ്റ് ആയത് എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇതെങ്ങനെയാണ് ചോദിക്കുക? എന്താണ്, റീസൺ ആണ് ചോദിക്കണേ, കാരണമാണ്. നീ എന്താ, എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? അതിന് വൈ ആർ, നീ, വൈ ആർ യു, വൈകിയത്, ലേറ്റ്. നീ എന്താ വൈകിയത്? വൈ ആർ യു ലേറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. ഇത് ടീച്ചറും നമ്മളുടെ അടുത്ത് ചോദിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ ലേറ്റായി വന്നിട്ടുണ്ടെങ്കിൽ വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കും. നീ എന്താ ഇന്നലെ വരാതിരുന്നത്? നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കില്ലേ, നീ എന്താ ഇന്നലെ വരാഞ്ഞേ, നീ എന്താ വരാതിരുന്നത്? ഇത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? എന്തുകൊണ്ടാണ്, എന്താണ്, റീസൺ ആണ് ചോദിക്കുന്നത്, അപ്പോൾ വൈ. വരാതിരുന്നത് എന്ന് ചോദിക്കാനായിട്ട് വൈ ഡിഡ്ന്റ് യു കം. വൈ ഡിഡ്ന്റ് യു കം. നീ എന്താണ് വരാതിരുന്നത്? വൈ ഡിഡ്ന്റ് യു കം ഇന്നലെ, യെസ്റ്റർഡേ. നീ എന്താ ഇന്നലെ വരാതിരുന്നത്? വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ. ഓക്കെ. എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഇസ് ദെയർ എനി ഹോംവർക്ക്. എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? ഇസ് ദെയർ എനി ഹോംവർക്ക്. എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടായോ എന്നായിരുന്നെങ്കിൽ വാസ് ദെയർ എന്നായേനെ. വാസ് ദെയർ എനി ഹോംവർക്ക്. നീ ഇന്നത്തെ ടെസ്റ്റിന് പഠിച്ചോ? നമ്മൾ ചോദിക്കില്ലേ, നീ ഇന്നത്തെ ടെസ്റ്റിന് പഠിച്ചോ? അതെങ്ങനെയാണ് ചോദിക്കുക? പഠിച്ചോ. ഡിഡ് യു പ്രിപ്പയർ, അല്ലെങ്കിൽ ലേൺ, അല്ലെങ്കിൽ സ്റ്റഡി. ഡിഡ് യു പ്രിപ്പയർ, അല്ലെങ്കിൽ ലേൺ, അല്ലെങ്കിൽ സ്റ്റഡി ഫോർ ടുഡേയ്സ് ടെസ്റ്റ്. നീ ഇന്നത്തെ ടെസ്റ്റിന് പഠിച്ചോ? ഡിഡ് യു പ്രിപ്പയർ ഫോർ ടുഡേയ്സ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഡിഡ് യു ലേൺ ഫോർ ടുഡേയ്സ് ടെസ്റ്റ്. ഇനി അതും അല്ലെങ്കിൽ ഡിഡ് യു സ്റ്റഡി ഫോർ ടുഡേയ്സ് ടെസ്റ്റ്. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചർ വിഷ് ചെയ്യും അല്ലേ. നമ്മൾ ടീച്ചറിനെ വിഷ് ചെയ്യും, ടീച്ചർ നമ്മളെ വിഷ് ചെയ്യും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് ടീച്ചർ പറയും, നമ്മളെന്താ പറയുക? ഗുഡ് മോർണിംഗ് മാം എന്ന് പറയും അല്ലേ. വിഷ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇന്ന് ആരെങ്കിലും ആബ്സെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ ടീച്ചർ. അതെങ്ങനെയാണ് ചോദിക്കുക? ഈസ് എനി വൺ. ഈസ് എനി വൺ ആബ്സെൻറ്റ്. ഇന്ന് ആരെങ്കിലും ആബ്സെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും ആബ്സെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഈസ് എനി വൺ ആബ്സെൻറ്റ് ടുഡേ. ഈസ് എനി വൺ ആബ്സെൻറ്റ് ടുഡേ. ഇന്നത്തെ ഡേറ്റ് എന്താ? ചിലപ്പോൾ ടീച്ചർ ചോദിക്കും അല്ലേ. എല്ലാ ദിവസവും ടീച്ചേഴ്സിന് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഇന്നത്തെ ഡേറ്റ് എന്താ എന്ന് ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുഡേ. വാട്ട് ഡേറ്റ്
ഇസ് ഇറ്റ് ടുഡേ, വാട്ട് ഡേറ്റ് ഇസ് ഇറ്റ് ടുഡേ എന്ന് ചോദിക്കും കേട്ടോ. അല്ലെങ്കിൽ വാട്ട് ഡേറ്റ് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാലും അതുതന്നെയാണ് അർത്ഥം. ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട്, ഡേറ്റിന് പകരം ഇവിടെ ഡേറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഡേ. വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ, ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ. ഡേറ്റ് ഏതാന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡേറ്റ് ഇസ് ഇറ്റ് ടുഡേ. ഇന്ന് ദിവസം ഏതാന്ന് ചോദിക്കാനായിട്ട് വാട്ട് ഡേ ഇസ് ഇറ്റ് ടുഡേ. എല്ലാവരും ഹോംവർക്ക് ചെയ്തോ, ടീച്ചർ ചോദിക്കില്ലേ എല്ലാവരും ഹോംവർക്ക് ചെയ്തോ, ഇതെങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ഓൾ ഡു ദ ഹോംവർക്ക്? എല്ലാവരും ഹോംവർക്ക് ചെയ്തോ. ഡിഡ് യു ഓൾ ഡു ദ ഹോംവർക്ക്? ഡിഡ് യു ഓൾ ഡു ദ ഹോംവർക്ക്? ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ലേറ്റ് ആയിട്ട് വരും അല്ലേ, അപ്പോൾ ടീച്ചർ വന്നിരുന്നതിന് ശേഷമായിരിക്കും കുട്ടികൾ വന്നിട്ട് ചോദിക്കുക മേ ഐ കം ഇൻ മാം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ ടീച്ചറെ എന്നാണ് ചോദിക്കുന്നത്. മേ ഐ കം ഇൻ മാം, മേ ഐ കം ഇൻ മാം. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ടീച്ചർ എന്ത് പറയും? യെസ് കം ഇൻ, വരൂ അകത്തേക്ക് വരൂ, യെസ് കം ഇൻ. ഞാൻ ജനവാതിൽ തുറന്നോട്ടെ, ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ ടീച്ചറുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും അല്ലേ, ഞാൻ ജനവാതിൽ തുറന്നോട്ടെ. അപ്പോൾ ക്യാൻ ഐ അല്ലെങ്കിൽ മേ ഐ ഓപ്പൺ ദ വിൻഡോ, ഓപ്പൺ ദ വിൻഡോ. മാം ക്യാൻ ഐ ഓപ്പൺ ദ വിൻഡോ, മാം മേ ഐ ഓപ്പൺ ദ വിൻഡോ. അങ്ങനെ ടീച്ചറുടെ അടുത്ത് ചോദിക്കാം. ഫാൻ ഓൺ ചെയ്തോട്ടെ, ഇതെങ്ങനെ ചോദിക്കും? മാം ക്യാൻ ഐ ടേൺ ഓൺ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ദ ഫാൻ. ഫാൻ ഓൺ ചെയ്തോട്ടെ, ഇതെങ്ങനെ ചോദിക്കും? മാം ക്യാൻ ഐ സ്വിച്ച് ഓൺ ദ ഫാൻ അല്ലെങ്കിൽ മാം മേ ഐ ടേൺ ഓൺ ദ ഫാൻ. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ടീച്ചേഴ്സ് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് അല്ലേ രാവിലെ. വൈ ആർ യു ലേറ്റ്, എന്താണ് ലേറ്റ് ആയത്, എന്താണ് ലേറ്റ് ആയതിൻ്റെ കാരണം. വൈ ആർ യു ലേറ്റ്. അപ്പോൾ കുട്ടി ചിലപ്പോൾ പറയും ബസ് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറയും അല്ലേ. സോറി മാം മൈ ബസ് ബ്രോക്ക് ഡൗൺ, എൻ്റെ ബസ് കേടായി എന്ന് പറയാനായിട്ട് സോറി മാം മൈ ബസ് ബ്രോക്ക് ഡൗൺ. വൈ വർ യു ആബ്സെൻറ്റ് യെസ്റ്റർഡേ, എന്താ നീ ഇന്നലെ ആബ്സെൻ്റ് ആയത് എന്നൊക്കെ ചോദിക്കില്ലേ ടീച്ചർ. സോറി മാം ഐ വാസൻറ്റ് വെൽ, ഐ വാസ് നോട്ട് എന്നുള്ളതിന് ഐ വാസൻറ്റ് വെൽ, എനിക്ക് സുഖമില്ലായിരുന്നു. സോറി മാം ഐ വാസൻറ്റ് വെൽ എന്ന് നമുക്ക് പറയാം. ടീച്ചർ വളരെ കോമൺ ആയിട്ടൊരു കാര്യം പറയും, ആരെങ്കിലും വന്ന് ആ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യൂ എന്ന് ചോദിക്കില്ലേ ചിലപ്പോൾ ടീച്ചേഴ്സ്. അതെങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ സംവൺ കം ആൻഡ് ക്ലീൻ ദ ബോർഡ്, ക്യാൻ സംവൺ കം ആൻഡ് ക്ലീൻ ദ ബോർഡ്, ക്യാൻ സംവൺ കം ആൻഡ് ക്ലീൻ ദ ബോർഡ്. എല്ലാവരും ബുക്സ് അടച്ചു വെക്കൂ, ടീച്ചർ പറയില്ലേ എല്ലാവരും ബുക്സ് അടച്ചു വെക്കൂ. എവ്രി വൺ ക്ലോസ് യുവർ ബുക്സ്, എല്ലാവരും ബുക്സ് അടച്ചു വെക്കൂ എന്നെങ്ങനെയാണ് പറയാ? എവ്രി വൺ ക്ലോസ് യുവർ ബുക്സ് എന്ന് പറയും. ഇനി ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്, ടീച്ചർ പറയില്ലേ ഇനി ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്, അതെങ്ങനെ പറയും? ഐ എം ഗോയിങ് ടു, ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു കണ്ടക്ട് ദ ടെസ്റ്റ്, ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ് എന്നെങ്ങനെ ടീച്ചർ പറയാ? നൗ ഐ എം ഗോയിങ് ടു കണ്ടക്ട് ദ ടെസ്റ്റ്, ഞാൻ ഇനി ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. കീപ് യുവർ ബുക്സ് അസൈഡ്, ബുക്സ് എല്ലാവരും മാറ്റി വെക്കൂ. കീപ് യുവർ ബുക്സ് അസൈഡ്, ബുക്സ് എല്ലാവരും മാറ്റി വെക്കൂ. ബുക്സ് എല്ലാവരും അടച്ചു വെക്കൂ. നൗ ക്ലോസ് യുവർ ബുക്സ്, ക്ലോസ് യുവർ ബുക്സ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരും. ടീച്ചേഴ്സ് പറയില്ലേ നമ്മളുടെ അടുത്ത് അങ്ങനെയൊക്കെ, ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരും. ഇതെങ്ങനെയാണ് പറയാ? ഞാൻ തരും, ഐ വിൽ ഗിവ്, ഞാൻ തരും ഐ വിൽ ഗിവ്. നിങ്ങൾക്ക് ഐ വിൽ ഗിവ് യു ഓൾ, ഐ വിൽ ഗിവ് യു ഓൾ അരമണിക്കൂർ സമയം, 30 minutes. ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരും. കൈ പൊക്കൂ, റേസ് യുവർ ഹാൻഡ്സ്, റേസ് യുവർ ഹാൻഡ്സ്. നിശബ്ദത പാലിക്കൂ, കീപ് സൈലൻസ് അല്ലെങ്കിൽ കീപ് ക്വയറ്റ്. കീപ് സൈലൻസ് അല്ലെങ്കിൽ കീപ് ക്വയറ്റ്, മിണ്ടാതിരിക്കുക എന്നുള്ളൊരർത്ഥമാണ് കീപ് ക്വയറ്റിന് വരുന്നത്. നിശബ്ദത പാലിക്കൂ, കീപ് സൈലൻസ്.
വേഗം എഴുതൂ, ഇതെങ്ങനെയാ പറയാ? വേഗാവട്ടെ, വേഗം എഴുത്. റൈറ്റ് ഫാസ്റ്റ്, എഴുതുക. റൈറ്റ്, വേഗം. ഫാസ്റ്റ്, റൈറ്റ് ഫാസ്റ്റ്. ആരും സംസാരിക്കരുത്. നോബഡി ഷുഡ് ടോക്ക്. അടുത്തിരിക്കുന്ന ആൾക്കാരുടെ പേപ്പറിലൊന്നും നോക്കാൻ നിൽക്കണ്ട, മറ്റുള്ളവരുടെ പേപ്പറിൽ നോക്കണ്ട എന്നൊക്കെ ടീച്ചേഴ്സ് പറയില്ലേ? ഇതെങ്ങനെയാ? ഡോണ്ട്, ചെയ്യരുത്. ഡോണ്ട് peep into others papers. Don't peep into others papers അല്ലെങ്കിൽ don't look into others papers എന്ന് പറയാം. കോപ്പി അടിക്കരുത്. don't copy അല്ലെങ്കിൽ don't cheat എന്നും പറയാം. don't copy. കള്ളത്തരം ചെയ്യരുത്. don't do any cheating അല്ലെങ്കിൽ don't do any malpractices. കള്ളത്തരം ചെയ്യരുത് എന്നെങ്ങനെയാ പറയാ? ഡോണ്ട് ഡു എനി ചീറ്റിംഗ്. എൻ്റെ ക്ലാസ്സിൽ ആരും കള്ളത്തരം ചെയ്യരുത് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ആരും കള്ളത്തരം കാട്ടരുത് എന്നൊക്കെ ടീച്ചേഴ്സ് പറയില്ലേ? ഇതെങ്ങനെയാ പറയാ? ഡോണ്ട് ഡു എനി ചീറ്റിംഗ് ഇൻ മൈ ക്ലാസ് അല്ലെങ്കിൽ ഡോണ്ട് ഡു എനി മാൽ പ്രാക്ടീസ് ഇൻ മൈ ക്ലാസ്. എല്ലാവരും നന്നായി എഴുതിയോ? ഇതെങ്ങനെയാ ചോദിക്കുക? ഡിഡ്, ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ്. എവ്രി വൺ, എല്ലാവരും. ഡിഡ് എവ്രി വൺ റൈറ്റ് വെൽ, നന്നായി എഴുതിയോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് എവ്രി വൺ റൈറ്റ് വെൽ അല്ലെങ്കിൽ ഡിഡ് എവ്രി വൺ ഡു വെൽ. ഡു വെൽ അല്ലെങ്കിൽ റൈറ്റ് വെൽ. എല്ലാവരും നന്നായി ചെയ്തോ എന്നാണെന്നുണ്ടെങ്കിൽ ഡിഡ് എവ്രി വൺ ഡു വെൽ അല്ലെങ്കിൽ ഡിഡ് എവ്രി വൺ റൈറ്റ് വെൽ എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ടെസ്റ്റ്? ഇതെങ്ങനെ ചോദിക്കും? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് ഹൗ. ഹൗ വാസ്. കഴിഞ്ഞു ടെസ്റ്റ്, അതുകൊണ്ടാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പാസ്റ്റ്, ഹൗ വാസ് ദ ടെസ്റ്റ്. ഹൗ വാസ് ദ ടെസ്റ്റ്. നമുക്ക് ഉത്തരം ചെക്ക് ചെയ്യാം. ടീച്ചർ പറയില്ലേ, വാ നമുക്കിനി ഉത്തരങ്ങൾ ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക് ദി ആൻസേഴ്സ്. ലെറ്റ്സ് ചെക്ക് ദി ആൻസേഴ്സ്. ലെറ്റ്സ് ചെക്ക് ദി ആൻസേഴ്സ്. ശബ്ദം ഉണ്ടാക്കരുത്, ഇതെങ്ങനെയാ പറയാ? ഡോണ്ട്. ഉണ്ടാക്കരുത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഡോണ്ട് മേക്ക് എന്ത്? ശബ്ദം, നോയ്സ്. ശബ്ദം ഉണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്. അടുത്തത് ഏതാ പീരീഡ്? ടീച്ചർ ചോദിക്കില്ലേ ചിലപ്പോൾ, ഇനി അടുത്തത് നിങ്ങൾക്ക് ഏതാ പീരീഡ്? അടുത്തത് ഏതാ പീരീഡ്? വാട്ട് പീരീഡ് ഇസ് നെക്സ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പീരീഡ്? വാട്ട് പീരീഡ് ഇസ് നെക്സ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പീരീഡ്? ബുക്ക് എടുക്കൂ. അപ്പോൾ ബാഗിലാണ് നമ്മുടെ ബുക്ക് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേക്ക് ഔട്ട് യുവർ ബുക്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ടേക്ക് യുവർ ബുക്സ്. ടേക്ക് ഔട്ട് യുവർ ബുക്സ്. എല്ലാവരും ബുക്ക് പുറത്തെടുക്കൂ. ടേക്ക് ഔട്ട് യുവർ ബുക്സ് അല്ലെങ്കിൽ ടേക്ക് യുവർ ബുക്സ്. പേജ് നമ്പർ 20 എടുക്കൂ എന്നൊക്കെ പറയില്ലേ ടീച്ചർ? ഓപ്പൺ യുവർ ബുക്ക് ടു പേജ് നമ്പർ. ഓപ്പൺ യുവർ ബുക്ക് ടു പേജ് നമ്പർ 20. പേജ് നമ്പർ 20 എടുക്കൂ ഈ ബുക്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ യുവർ ബുക്ക് ടു പേജ് നമ്പർ 20. ആരെങ്കിലും ഉറക്കെ വായിക്കൂ. സംബഡി റീഡ് ഇറ്റ് അലൗഡ്. ആരെങ്കിലും, സംബഡി അല്ലെങ്കിൽ സംവൺ, ഏതായാലും കുഴപ്പമില്ല. സംബഡി റീഡ്, വായിക്കൂ. ഉറക്കെ എന്ന് പറയാനായിട്ട് അലൗഡ്. സംബഡി റീഡ് ഇറ്റ് അലൗഡ്. ആരെങ്കിലും ഉറക്കെ വായിക്കൂ. എല്ലാവരും എഴുതിയെടുക്കൂ. എവ്രിവൺ, എല്ലാവരും. എവ്രിവൺ റൈറ്റ് ഡൗൺ. റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കൂ എന്ന് പറയാനായിട്ട് റൈറ്റ് ഡൗൺ. ബ്രേക്കിന് സമയമായി, ഇതെങ്ങനെ പറയും? ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്. ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്. ഇറ്റ്സ്. ടീച്ചേഴ്സ് പലപ്പോഴും നോട്ട്സ് തരും അല്ലേ? അപ്പോൾ ആരെങ്കിലും ഒരാളുടെ അടുത്ത് വന്നിട്ട് നോട്ട്സ് വായിക്കാൻ പറയും, ബാക്കിയുള്ളവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കില്ലേ, ആരെങ്കിലും നോട്ട്സ് വായിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാ പറയുക? ക്യാൻ സംവൺ, ആർക്കെങ്കിലും ചെയ്യാമോ എന്നാണ് ചോദിക്കണേ. അപ്പോൾ ക്യാൻ സംവൺ നോട്ട്സ് വായിച്ചു കൊടുക്കുന്നതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? ഡിക്റ്റേറ്റ്. ക്യാൻ സംവൺ ഡിക്റ്റേറ്റ് ദ നോട്ട്സ്. നോട്ട്സ് വായിച്ചു കൊടുക്കുമോ? മറ്റുള്ളവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ വായിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ ക്യാൻ സംവൺ ഡിക്റ്റേറ്റ് ദ നോട്ട്സ്. ആരെങ്കിലും നോട്ട്സ് വായിച്ചു കൊടുക്കുമോ? ക്യാൻ സംവൺ ഡിക്റ്റേറ്റ് ദ നോട്ട്സ്?
ടീച്ചർ ചില സമയത്ത് പറയും അല്ലേ, അതിൻ്റെ സ്പെല്ലിങ് പറയൂ. അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞേ. അതെങ്ങനെയാ പറയാ? സ്പെല്ലിറ്റ്. സ്പെല്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ് പറയൂ എന്നാണ് കേട്ടോ. ഈ കടലാസ് പെറുക്കിയെടുക്കൂ. നമ്മളുടെ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ അത് എടുക്കാൻ പറയും അല്ലേ. അപ്പോൾ പിക്കപ്പ്, എടുക്കുക. പിക്കപ്പ് ദിസ് പേപ്പർ. ഈ കടലാസ് പെറുക്കിയെടുക്കൂ. പിക്കപ്പ് ദിസ് പേപ്പർ. തിരിച്ച് സീറ്റിലേക്ക് പോകൂ. ഇതെങ്ങനെയാ പറയാ? ഗോ ബാക്ക്. തിരിച്ചു പോവുക. ഗോ ബാക്ക്. തിരിച്ചു പോവുക. ഗോ ബാക്ക്. സീറ്റിലേക്ക്. ടു യുവർ സീറ്റ്. തിരിച്ച് സീറ്റിലേക്ക് പോകൂ. ഗോ ബാക്ക് ടു യുവർ സീറ്റ്. സമയം കഴിഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയാ പറയാ? ടൈം ഇസ് അപ്പ് അല്ലെങ്കിൽ ടൈം ഇസ് ഓവർ എന്ന് പറയാം അല്ലേ. ടൈം ഇസ് അപ്പ് അല്ലെങ്കിൽ ടൈം ഇസ് ഓവർ. ബ്രേക്ക് ടൈം കഴിഞ്ഞു. ഇതെങ്ങനെ പറയും? ബ്രേക്ക് ടൈം ഇസ് ഓവർ. ബ്രേക്ക് ടൈം ഇസ് ഓവർ. നമുക്ക് ക്ലാസ്സിൽ കയറാം. ലെറ്റ്സ് എൻ്റർ ദ ക്ലാസ്. നമുക്ക് ക്ലാസ്സിൽ കയറാം. ലെറ്റ്സ് എൻ്റർ ദ ക്ലാസ്. നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ പറയാ? ലെറ്റ്സ്. ക്ലാസ് കട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ബങ്ക്. ലെറ്റ്സ് ബങ്ക് ദ ക്ലാസ്. നമുക്ക് ക്ലാസ്സിൽ കയറണ്ട, നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം എന്നെങ്ങനെയാ പറയാ? ലെറ്റ്സ് ബങ്ക് ദ ക്ലാസ്. നാളെ സ്കൂളുണ്ടോ? ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നാളെ സ്കൂളുണ്ടോ? അതെങ്ങനെയാണ് ചോദിക്കുക? ഇസ് ദെയർ. ഇസ് ദെയർ സ്കൂൾ. നാളെ എന്ന് പറയാനായിട്ട് ടുമോറോ. ഇസ് ദെയർ സ്കൂൾ ടുമോറോ? നാളെ സ്കൂളുണ്ടോ? ഇസ് ദെയർ സ്കൂൾ ടുമോറോ? നാളെ നമുക്ക് ക്ലാസ് ഉണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കുക? നാളെ നമുക്ക് ക്ലാസ് ഉണ്ടോ? നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതെങ്ങനെയാണ് ചോദിക്കുക? ഡു വി ഹാവ്. ഡു വി ഹാവ് ക്ലാസ് ടുമോറോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ട് എനിക്ക്. ഇതെങ്ങനെയാണ് പറയാ? ഐ ഹാവ് ടു. എനിക്ക് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു സബ്മിറ്റ് ദ റെക്കോർഡ്. എനിക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു സബ്മിറ്റ് ദ റെക്കോർഡ്. നോട്ട്സ് തിരുത്തി എഴുതണം എനിക്ക്. ഇതെങ്ങനെയാ പറയാ? ഐ ഹാവ് ടു. തിരുത്തി എഴുതുക എന്നുള്ളതിന് റീറൈറ്റ്, വീണ്ടും എഴുതുക എന്നുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട്. അപ്പോൾ സന്ദർഭം അനുസരിച്ചിട്ടാണ് നമ്മൾ റീറൈറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക കേട്ടോ. ഒന്നില്ലെങ്കിൽ തിരുത്തി എഴുതുക, അല്ലെങ്കിൽ വീണ്ടും മൊത്തം വീണ്ടും ആവർത്തിച്ചെഴുതുക എന്നുള്ള അർത്ഥവും റീറൈറ്റിനുണ്ട്. ഐ ഹാവ് ടു റീറൈറ്റ് ദ നോട്ട്സ്. എല്ലാവരുടെയും എഴുതി കഴിഞ്ഞോ? ഇതെങ്ങനെയാണ് ചോദിക്കുക? ഇസ് എവ്രി വൺ. എവ്രി വൺ എന്നുള്ളത് സിംഗുലർ ആണ് കേട്ടോ. അതാണ് നമ്മൾ ഇസ് എന്ന് ചോദിച്ചേക്കുന്നത്. ഒരുപാട് പേരുണ്ട് എന്നുണ്ടെങ്കിലും എവ്രി വൺ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ആർ എവ്രി വൺ എന്ന് പറയില്ല. ഇസ് എവ്രി വൺ ഡൺ വിത്ത് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഡിഡ് എവ്രി വൺ ഫിനിഷ് റൈറ്റിംഗ് എന്നും ചോദിക്കാം കേട്ടോ. പല വിധത്തിൽ നമുക്ക് പല സെൻറ്റൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ഞാൻ പറയുന്നതും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും ഒക്കെ ശരിയായിരിക്കും. അപ്പോൾ ഒരെണ്ണം കേട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാവരുടെയും എഴുതി കഴിഞ്ഞോ? ഇസ് എവ്രി വൺ ഡൺ വിത്ത് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഡിഡ് എവ്രി വൺ ഫിനിഷ് റൈറ്റിംഗ്. എല്ലാവരും ബുക്ക് കൊണ്ടുവന്നോ? ഡിഡ് എവ്രി വൺ ബ്രിങ്. കൊണ്ടുവരിക, ബ്രിങ്. ബ്രിങ് ദ ബുക്ക്. എല്ലാവരും ബുക്ക് കൊണ്ടുവന്നോ? ഡിഡ് എവ്രി വൺ ബ്രിങ് ദ ബുക്ക്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് ഇസ് ഓവർ. എൻ്റെ ബോക്സ് നിലത്ത് വീണു. ഇതെങ്ങനെയാ പറയാ? ഐ ഡ്രോപ്ഡ് മൈ ബോക്സ്. ഞാൻ മനഃപൂർവ്വം നിലത്തിട്ടു എന്നല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഡ്രോപ്ഡ് മൈ ബോക്സ്. അത് എടുക്കൂ. പിക്ക് ഇറ്റ് അപ്പ്. പിക്ക് ഇറ്റ് അപ്പ്. അത് എടുക്കൂ. പിക്ക് ഇറ്റ് അപ്പ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അൻറ്റിൽ വി സീ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ഹന സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.